അസ്സലാമലൈക്കും, നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസിയോട് വീണ്ടും ഓർമ്മിക്കാട്ടോ. സൗദി അറേബ്യ ചെയ്യുന്ന ഒരുപാട് പേര് ഈ മൊബൈൽ STC സെയിൻ ഇവിടെ നിന്നൊക്കെ പോസ്റ്റ്പെയ്ഡ് സിമ്മ്, വൈഫൈ കണക്ഷന്, അതേപോലെ നിങ്ങൾ മൊബൈൽ ഇൻസ്റ്റാൾമെൻറ്റൊക്കെ വാങ്ങിയവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സമയത്ത് അടച്ചു പോകുന്നവരുണ്ട്, അടക്കാത്തവരുണ്ട്, തെറ്റിയവരൊക്കെ ഉണ്ട്, കേസായവരുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ബില്ലടക്കാതെ കേസായവരുണ്ട്, പിന്നെ കറക്റ്റ് അടിച്ചു പോകുന്നവരുണ്ട്, പിന്നെ ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവിടെ പോയി ക്ലോസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങണം. ക്ലോസ് ചെയ്തതിൻ്റെ പേപ്പർ നിങ്ങൾ അവിടെ നിർബന്ധമായും വാങ്ങണം. അവർ പറയും ക്ലോസ് ആയിട്ടുണ്ട്, ഇനി ഇപ്പോൾ പൊയ്ക്കോ എന്ന് പറയും, മെസ്സേജ് വരുന്ന പോലെ. സോ നിങ്ങൾ അത് അംഗീകരിച്ച് കൊടുക്കണ്ട. നിങ്ങളത് ക്ലോസ് ചെയ്തതിന് തെളിവായിട്ടുള്ള പേപ്പർ നിങ്ങൾ കൈവെക്കുന്ന നിർബന്ധമാണ്. കാരണം നിങ്ങൾ ക്ലോസ് ആയി എന്ന് പറഞ്ഞാൽ അവർ മടങ്ങി പോരും പേപ്പറൊന്നുമില്ലാതെ. കുറച്ച് കഴിയുമ്പോൾ 1-2 മാസം കഴിയുമ്പോൾ വീണ്ടും പറഞ്ഞാൽ നിങ്ങൾ 200 അടക്കാണ്ട്, 74 അടക്കാണ്ട്, 300 അടക്കാണ്ട് ഇങ്ങനെ മെസ്സേജ് വന്നു. അപ്പോൾ കേസും ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബില്ല് കൈവശം വെച്ചാൽ നിങ്ങൾക്ക് അതിനെതിരെ കേസുമായി മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് കേസുമായി മുന്നോട്ട് പോയി നിങ്ങൾ അടച്ചതിന് തെളിവ് കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരമാകാനുള്ള വഴി വരെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബില്ലടച്ച് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾമെൻറ്റിന് മൊബൈൽ വാങ്ങിയവരായിക്കോട്ടെ, പോസ്റ്റ്പെയ്ഡ് ആയിക്കോട്ടെ, വൈഫൈ ആയിക്കോട്ടെ, അടച്ച് ക്ലിയർ ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അത് അടച്ചതിനുള്ള പേപ്പർ വാങ്ങണം. അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പൈസ അടക്കണം, സേവ് അടക്കണം, മരസ്ഥനാവും, പിന്നെ ട്രാവൽ ബാനാവും, ഒക്കെ ബുദ്ധിമുട്ടാണ്. മറക്കണ്ട. ഓക്കെ, സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.